അപ്പോൾ ഇതാണ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. എന്തോ ഇവനെ ഇന്ന് പരിപാടി? ഇന്ന് നമുക്ക് ഇപ്പൊ നമ്മുടെ ഗ്യാസിന്റെ ഇടിച്ചു കോർന്ന് നോക്കിക്കേ. ഗ്യാസിന്റെ വിലയൊക്കെ കൂടുന്നുണ്ട്. ബയോഗ്യാസ് വെച്ചാലോ എന്ന് ആലോചിക്കും. ഒരെടുത്ത് മാറ്റിക്കേ. എന്തുവാടാ എങ്ങോട്ടാ കയറി പോന്നേ? അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ വിലയൊക്കെ കൂടുന്നുണ്ട്. നമ്മൾ ബയോഗ്യാസ് ഉപയോഗിച്ചാലോ എന്ന് വെക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുറേ നാളായിട്ട് ബയോഗ്യാസ് ഉപയോഗിക്കുന്നു. ഒരു 4 മാസമായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്നൊന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്, അല്ലേ? അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ബയോഗ്യാസ് വെക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ല് വരുമോയെന്നായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ചാണകത്തിൻ്റെ മണം അത് ഭയങ്കരമല്ലേ ഭക്ഷണത്തിൽ പോലും, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ തുടക്കത്തിൽ, അല്ലേ, പണ്ടൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഈ ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇടുന്ന വേസ്റ്റിന്റെ മണം വരുമോ, ചാണകത്തിന്റെ മണം വരുമോ എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു, അല്ലേ? പക്ഷെ അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് അതിൻ്റെ സ്ലറിയും കാര്യങ്ങളും ഒക്കെ ഒത്തിരി വരുമോ, അതെങ്ങനെയാണ്? പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റും അതിനകത്ത് ഇടാമെന്നായിരുന്നു ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ബയോഗ്യാസിൻ്റെ ബയോഗ്യാസിൻ്റെ ഗുണവും ദോഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? പിന്നെന്താ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഗുണം വെച്ച് തുടങ്ങാം. പറഞ്ഞോ മമ്മി, ഗുണം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്യാസ് നമുക്ക് നല്ലതുപോലെ ലാഭമുണ്ട്, അല്ലേ? എത്രമാത്രം ലാഭമുണ്ട്? ലാഭം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലോ, എന്നാൽ അതിന് എത്രമാത്രം ഒന്ന് ഒരു നമ്പർ വെച്ച് എന്തെങ്കിലും പറയാൻ പറ്റും? നമുക്കിപ്പോൾ എത്ര മാസം ഒരു സിലിണ്ടർ ഉപയോഗിക്കാൻ പറ്റും? 40 ദിവസം സാധാരണ നമ്മുടെ LPG ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പം ഒരു 20 ദിവസം കൂടെ നമുക്ക് ഈ ഗ്യാസ് ഉണ്ടായതുകൊണ്ട്, ബയോഗ്യാസും കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്കൊരു 60 ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയൊക്കെ വരുള്ളൂ. നമുക്ക് ഒരുപാട് ഇപ്പം നമ്മൾ ഈ ബയോഗ്യാസ് വെച്ചതുകൊണ്ട് നമുക്ക് LPG കണക്ഷൻ ഇല്ലാതാക്കാമെന്ന് ആരും വിചാരിക്കരുത്. അപ്പം അതിൽ നിന്ന് ഒരുപാട് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് ചായ ഇടാനും പാലനത്താനും പിന്നെ കുറച്ച് വെള്ളം അനത്തുമ്പോഴത്തേക്ക്, ഒരു ചെറും വെള്ളം തിളപ്പിക്കുമ്പോഴത്തേക്ക് പകുതി ആകുമ്പോഴത്തേക്ക് അത് ഓഫാവുകയും ചെയ്യും. പിന്നെ നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കത്തിക്കുമ്പോൾ വീണ്ടും അതിനകത്ത് ഗ്യാസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വീട്ടിലെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കത്തിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഗ്യാസ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ചൂടാക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഇടുന്ന വേസ്റ്റിനനുസരിച്ചും ഇരിക്കും അതിനകത്ത് എത്ര ഗ്യാസ് വരുന്നതെന്നുള്ളത്. ഇപ്പം നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ 4-5 പേരുണ്ട് വീട്ടിൽ. അപ്പോൾ ആ ഒരു വേസ്റ്റ് വെച്ചാണ് നമുക്ക് കിട്ടുന്ന ഗ്യാസ്. പക്ഷേ എങ്കിലും നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ഇല്ല. ഇവിടെ വേസ്റ്റ് കാണാൻ ഇരിക്കാൻ സമ്മതിക്കോ? ഉടനെ കൊണ്ടുപോയി ഏതെങ്കിലും ജൈവസ്ലറിയോ അല്ലെങ്കിൽ ചെടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വേസ്റ്റ് അതല്ല. ഇപ്പം വേസ്റ്റ് എന്ന് വെച്ചാൽ പിന്നെ കുറേ വേസ്റ്റൊക്കെ പഴത്തിൻ്റെ ആണെങ്കിലും പച്ചക്കറിയുടെ ഒക്കെ ആണ്. പച്ചക്കറി നമ്മൾ അധികം വാങ്ങിക്കുന്നില്ല, എങ്കിലും നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും കഴിക്കാൻ അമ്മണിക്കും മണിക്കൂട്ടനും ഒക്കെ നമ്മളങ്ങ് കൊടുക്കും. പിന്നെ ചോറും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോഴിയുണ്ട്, പട്ടിയുണ്ട്, അവർക്ക് കൊടുക്കും, അല്ലേ? പിന്നെ എന്തോ വരുന്നത്, അരി കഴുകുന്ന വെള്ളം, മീൻ കഴുകുന്ന വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളം, ഇങ്ങനെയുള്ളതായ വേസ്റ്റുകൾ ഒക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പം മീൻ വെള്ളമൊന്നും പട്ടിക്കൊന്നും വേണ്ടല്ലോ. അപ്പം അതിൻ്റെയൊക്കെ വേസ്റ്റുകൾ അങ്ങനെയൊക്കെ വരുന്നതൊക്കെ കൊടുക്കാം. പിന്നെ നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരുപാട് നമുക്ക് വേസ്റ്റ് കൊണ്ട് ഒഴിക്കാൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഗ്യാസേ കിട്ടുന്നുള്ളൂ. അപ്പം ഒരുപാട് പിന്നെ വേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ബയോഗ്യാസ് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മമ്മി പറഞ്ഞ പോലെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല LPG. നമ്മുടെ സിലിണ്ടർ വരുന്നതിന് റീപ്ലേസ് ചെയ്ത് നമുക്ക് 100% ബയോഗ്യാസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റിൻ്റെ എണ്ണം അനുസരിച്ചായിരിക്കും നമുക്ക് അതൊരു പെർട്ടിക്കുലർ ടൈമിന് വേണ്ടി മാത്രം കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റും ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം കുറേ അതിനകത്ത് കൊണ്ടിടാം. ഒരു ദിവസവും ഉള്ളത് നമ്മൾ അതിനകത്ത് കൊണ്ടുവന്ന് ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ ഈ വലിച്ചെറിയുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പട്ടിയുടെയും പൂച്ചയുടെയും കാക്കയുടെയൊക്കെ ശല്യം കുറേയൊക്കെ ഒഴിവാക്കി കിട്ടും. ഈ വേസ്റ്റുകളൊക്കെ അതിനകത്ത് കൊണ്ടിടുമ്പോൾ പിന്നെ ഈ പുറമേ ഉള്ള ഈച്ചയുടെയും കൊതുകിൻ്റെയും അതുപോലെ തന്നെ ഉറുമ്പിൻ്റെയൊക്കെ ശല്യമൊക്കെ കുറഞ്ഞു കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഗുണങ്ങൾ നമ്മുടെ ഈ ബയോഗ്യാസ് കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ അമ്മണിയും നമ്മുടെ ബ്രൂണോ ഒക്കെ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് വേസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് കൊണ്ടിടാം. നേരത്തെ അത് കളയാൻ പറ്റത്തില്ല, അത് വെറുതെ എടുത്ത് എറിയുമായിരുന്നു. അപ്പോൾ അത് ഇപ്പം നമുക്ക് ഡീകമ്പോസ് ചെയ്യാനൊരു സ്ഥലമായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലുള്ള എല്ലാ വേസ്റ്റും ഒരു ബയോഗ്യാസ് പ്ലാന്റിനകത്ത് കൊണ്ടിടാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു ദോഷവശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിട്രിക് ആസിഡ് ഉണ്ടാകും. ചോദിക്കാറുണ്ട് ഈ പിന്നെ ഓറഞ്ച് കഴിച്ചിട്ട് അത് വേസ്റ്റ് ഇടാമോ, പിന്നെ നാരങ്ങയുടെ ഇടാമോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അത് ഇടാൻ പറ്റത്തില്ല. പുളിയുള്ള സംഭവങ്ങളുടെ ഒന്നും നമുക്ക് ബയോഗ്യാസിൽ ഇടാൻ പറ്റത്തില്ല. ബാക്കിയുള്ള എല്ലാം ഇടുന്നുണ്ട്.
ഈ പുളിയുള്ള സംഭവങ്ങൾ ഇട്ട് വെച്ചിട്ട് അത് വെച്ചുള്ളൊരു പ്രയോഗം മമ്മി ഓറഞ്ച് തൊലി വെച്ച് കാണിച്ചില്ലായിരുന്നു, അത് എന്തിനായിരുന്നു? അത് റോസിന് വേണ്ടിയിട്ട്. ഓറഞ്ചിൻ്റെ നാരങ്ങയുടെയൊക്കെ തൊലി ഉണ്ടെങ്കിൽ നമ്മളത് ഒരു ബോട്ടിനകത്താക്കി വെച്ചിരുന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ അവിടെ ഇരുന്ന് നല്ലതുപോലെ ചീഞ്ഞ് വരും. ചീഞ്ഞ് അടച്ചു വെച്ചേക്കണം. എന്നിട്ട് ആ വെള്ളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ റോസിനോ ചെടിക്കോ ഒക്കെ ഒഴിച്ചാൽ അത് നല്ല രീതിയിൽ റോസൊക്കെ നല്ല പൂക്കളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ വെറുതെ നമുക്ക് കളയേണ്ട ഒരു സാധനവും വരുന്നില്ല. അപ്പോൾ ഓരോ ഡബ്ബ തുറന്നാലും എന്തെങ്കിലുമൊക്കെ കാണും. ബയോഗ്യാസ് കളയാൻ വയ്യാത്ത സാധനം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 100% നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ വേസ്റ്റും നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബയോഗ്യാസ് ഉണ്ടായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ നമുക്കിതുപോലെ ഡികമ്പോസ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഡികമ്പോസ് ചെയ്തതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സ്ലറി കിട്ടും. ആ സ്ലറി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? വേണമെങ്കിലല്ല, നമുക്ക് ഉപയോഗിക്കാം. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി ജൈവ സ്ലറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയൊരു സംഭവം ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ വീട്ടുകാർക്ക് നല്ലത് തന്നെ, പക്ഷേ പക്ഷെ ഇവിടെ വീട്ടുകാർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. 2 ആഴ്ചത്തേക്ക് വേറെ എവിടെയെങ്കിലും ഹോട്ടലെടുത്ത് മാറി നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട്. നല്ല സ്മെല്ലാണ്. സംഭവം നല്ല കിടിലന്നെ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സംഭവം. അത് കൃഷിക്ക് വേണ്ടിയിട്ട് നല്ലതാണ്. പക്ഷേങ്കിൽ വീട്ടിന്റെ അടുത്തൊക്കെ ദിവസങ്ങൾ കഴിയും തോറും അതിന്റെ സ്മെല്ല് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ നമ്മുടെ പ്ലാന്റിനകത്ത് തന്നെ ആയതുകൊണ്ട് ആ സ്മെല്ലും കാര്യങ്ങളും ഇല്ല. കംപ്ലീറ്റ് നമ്മുടെ സ്ലറി ആയിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ആവശ്യത്തിനെ വരുത്തോളൂ തന്നെ. അപ്പോൾ ഈ വെച്ച് മമ്മിയുടെ വെറുപ്പീര് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഒന്നും ഈ സ്ലറി വരത്തില്ല കേട്ടോ, അത് ഇച്ചിരി സമയം എടുക്കും. നമ്മളിടുന്ന വേസ്റ്റിനനുസരിച്ചായിരിക്കും അതിന് വരുന്ന ഇത് സംഭവം. പിന്നെ അത് നമുക്ക് വെള്ളം വെച്ച് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കാം. എന്റെ ദൈവം, ഇത് എന്ത് നടത്തുന്നേ. പിന്നെ അടുത്തെന്ന് വെച്ചാലേ ഇവന് ചിലരുടെയൊക്കെ ഒരു ഡൗട്ടുണ്ട് ഇതിനകത്ത് എപ്പോഴും നമ്മൾ ചാണകം കലക്കി ഒഴിക്കണമെന്നുള്ളത്. ചാണകം നമുക്ക് എപ്പോഴും കലക്കി ഒഴിക്കണ്ടെന്നാണ് നമ്മുടെ അവര് ഒരു ടാങ്ക് പിന്നെ പച്ചച്ചാണകം കൊണ്ടുവന്ന കലക്കി അതിനകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് 4 മാസം മുന്നേ. അന്ന് കൊണ്ടുവന്നപ്പം തന്നെ പ്ലാന്റ് ഫിക്സ് ചെയ്തപ്പം തന്നെ കൊണ്ടുവന്ന് ഒഴിച്ചതാണ്. പിന്നെ അവർ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെയും ചാണകം കലക്കി ഒഴിക്കണം, നമ്മൾ ചാണകത്തിന് ഇട പോകാനാണ്. അപ്പോൾ അവർ പറഞ്ഞ അതിനകത്ത് ചാണകം ഒന്നും കലക്കി ഒഴിക്കണ്ട, ഇതിങ്ങനെ തന്നെ ഇരുന്നാൽ മതി. നിങ്ങളുടെ വീട്ടിൽ ഡെയിലി വരുന്ന വേസ്റ്റുകൾ വെള്ളത്തിനകത്താക്കി വെച്ചിരുന്നിട്ട് വൈകുന്നേരം കൊണ്ട് എൻ്റെ അമ്മോ വൈകുന്നേരം കൊണ്ടുവന്നങ്ങ് ഒഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈകുന്നേരം രാവിലെ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൊണ്ടുവന്നതിനകത്ത് ഒഴിക്കാം. നമുക്ക് അത്യാവശ്യം വേണ്ടതായ ഗ്യാസും അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും എന്ന് നമ്മളോട് പറഞ്ഞിട്ട് പോയത്. മെയിൻലി നമ്മൾ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിടുന്ന വേസ്റ്റ് ഡികമ്പോസ് ആയാൽ അതിനകത്ത് ജീവിക്കുന്ന ഓർഗാനിസം ലൈവായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ അത് തീർന്നു പോകുമ്പോഴാണ് അതിനകത്തുള്ള ഓർഗാനിസവും തീർന്നു പോകുന്നത്. അപ്പോഴാണ് അത് പിന്നെയും ആ ഒരു സൈക്കിൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചാണകം കാര്യങ്ങളൊക്കെ ഒഴിച്ച് അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആ ഇടുന്ന വോളിയം കുറയുമ്പോഴാണ് നമുക്ക് രണ്ടാമത് ചാണകം വെച്ച് ഇത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല, കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി നമ്മളിടുന്ന വേസ്റ്റ്. അതെ, പിന്നെ അതിനകത്ത് ചൂട് വെള്ളമൊന്നും കൊണ്ടൊഴിക്കാൻ പാടില്ല, തിളച്ച വെള്ളമൊന്നും കൊണ്ടൊഴിക്കരുത്. അത് വെച്ചിരുന്നിട്ട് തണുത്തിട്ടൊക്കെ കൊണ്ടൊഴിക്കാം. തിളച്ച വെള്ളമൊക്കെ കൊണ്ടുപോയി ചിലപ്പം പിന്നെ അരി അങ്ങോട്ട് വാർത്തിട്ട് ഉടനെ കൊണ്ടുവന്ന് ചൂട് കഞ്ഞോളം അതിനകത്ത് കിടക്കട്ടെ എന്ന് കരുതി കൊണ്ടൊഴിച്ചാലോ. അങ്ങനത്തെ പരിപാടികളൊന്നും അപ്പം പിന്നെ ചിലർ വിചാരിക്കും അരി അങ്ങോട്ട് വാർത്ത അങ്ങോട്ട് കഞ്ഞോളം അതിനകത്ത് കൊണ്ടുവന്ന് വീത്താമെന്ന്. അപ്പം അങ്ങനെയുള്ള ചൂട് വെള്ളമൊന്നും അതിനകത്ത് കൊണ്ടുവന്ന് വീത്താൻ പാടില്ല. അപ്പോൾ അത് വെച്ചിരുന്നിട്ട് തണുത്ത് വേസ്റ്റും എല്ലാം കൂടെ ഒക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കതിനകത്ത് കൊണ്ടുവന്ന് ഡെയിലിയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ നമുക്കതിനകത്ത് കൊണ്ടുവന്ന് ഒഴിക്കാം. ഇത് ഒഴിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടുന്നതായ ഗ്യാസ് നമുക്ക് ഫോമായി വരുന്നത്. പിന്നെ ദോഷമെന്ന് പറയാൻ എന്തോ വേറെ ഉള്ളത്? ദോഷമെന്ന് പറയാനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെയെന്ന് വെച്ചാൽ വേസ്റ്റ് ഇല്ലാത്തവർ ഇത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെറുതെ LPG നമുക്ക് മാറ്റി ഇത് ഉപയോഗിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് നമുക്ക് ആ കൂടെ 2 പഴത്തൊലിയും പിന്നെ ഉള്ളെങ്കിൽ അത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഗ്യാസ് ജനറേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അത് വെറുതെ ആയിപ്പോവും നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത്. അപ്പോൾ അതുകൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ അഥവാ വെക്കുന്നെങ്കിൽ വെക്കാനായിട്ട്. അല്ലാതെ മിനി ചേച്ചി ഇവിടെ വാങ്ങിച്ചു വെച്ചൊന്നും പറഞ്ഞിട്ട് വെറുതെ അവിടെ ഭംഗിക്ക് ഇരിക്കട്ടെ പച്ചക്കളർ രസമല്ലേ കാണാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചു വെക്കാതിരിക്കുന്ന ഒരു രസം ഉണ്ടെന്നും പറഞ്ഞിട്ടല്ലേ. പിന്നെ നമ്മളിത് വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാന്ന് പറഞ്ഞുതരാം? നമ്മൾ 26 നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇത് വാങ്ങിച്ച് ഇത് നമുക്ക് കൊണ്ട് സെറ്റ് ചെയ്ത് തന്നവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറേ പേര് പിന്നെ ഇത് ചെയ്യുന്നുണ്ട്, കുറേ പേര് ചെയ്യുന്നുണ്ട്.
കുറേ ചാനലുകാരും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പല ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇതുവരെ കാണിക്കാതെ ഇരുന്നെന്ന് വെച്ചാൽ ഇത് നമ്മളിത് ഇവിടെ അവർ ഇത് കൊണ്ടുവച്ചിട്ട് ഇത് ഗുണമുണ്ടോ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മളിത് ഇതുവരെയും കാണിക്കാതിരുന്നത്. നമ്മളിപ്പോൾ ഒരു സാധനം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ നമ്മൾ ഉപയോഗിച്ചിട്ടായിരിക്കും അതിൻ്റെ റിവ്യൂ പറയുന്നത്. അല്ല ഷടപടയെന്ന് കയറി നമ്മളൊരു സാധനവും ചെയ്യാറില്ല. ഇപ്പോൾ നമ്മുടെ സീഡ്സ് ആയിക്കോട്ടെ, നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന സീഡ്സ് തന്നെ ആയിക്കോട്ടെ, ഗ്രോ ബാഗ്സ് ആയിക്കോട്ടെ. ഗ്രോ ബാഗൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഗ്രോ ബാഗ്. നമ്മൾ ആദ്യം വെച്ച ഗ്രോ ബാഗ് ഇപ്പോഴും ഉണ്ട്. അത്രയും ഈ പച്ച കളർ അതെ, ഈ പച്ച കളർ തന്നെയാണ്. അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നമ്മുടെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഒരു നമുക്കൊരു വാശിയുണ്ട്. നമ്മളിപ്പോൾ സീഡ്സ് ആണെങ്കിൽ തന്നെ ഒരു സ്ലോട്ട് നട്ട് അത് കിളിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് വെബ്സൈറ്റിൽ ഇടാറുള്ളൂ. അപ്പോൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സീഡ്സും ഗ്രോ ബാഗും ഒക്കെ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെന്താണ് മമ്മി? ഇനി നമുക്ക് ആ ഗ്യാസ് നോക്കാം, കത്തിക്കുന്നതും ഒക്കെ ഒന്ന് കാണാം. ഇപ്പം നമുക്ക് നമ്മുടെ ഈ ബയോഗ്യാസ് പ്ലാന്റ് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു പാല് അനത്തുന്നതൊക്കെ ഒന്ന് കാണിക്കാം അല്ലയോ? അതെ, പ്ലാന്റിങ് കാണിക്കാം. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ കിട്ടിയ സ്റ്റൗ എങ്ങനെയാണ്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ. മേലത്തെ തിട്ടയിൽ നിന്ന് താഴോട്ട് ഇറക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പൊക്കമായിട്ട് തോന്നിക്കുന്നത്. നല്ല പൊക്കമുള്ള സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് സാധാരണ ഒരു കുഴിയൊക്കെ എടുത്തിട്ട് അതിനകത്തോട്ടാണ് ഈ ടാങ്ക് ഇറക്കി വയ്ക്കുന്നത്. ഇപ്പം നമുക്കങ്ങനെ ഇറക്കി വെക്കേണ്ടി വന്നില്ല. അപ്പം ഇങ്ങനെ ഒരു നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനകത്താണ് ഒഴിക്കുന്നത്. ഇത് തുറന്നിട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്തൂടെ സ്ലറി വരുന്നത് ദാണ്ട ഈ പൈപ്പ് വഴിയാണ് വരുന്നത്. ഇപ്പം നമ്മളോട് ഒരു ബക്കറ്റോ എന്തെങ്കിലും കൂടെ വെച്ചിരുന്നാൽ സ്ലറിയൊക്കെ അതിനകത്ത് വന്ന് വീണോളും. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് വരുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഇതുവഴിയാണ് ഗ്യാസ് കിച്ചണിലോട്ട് പോകുന്നത്. ഇനി എങ്ങനെയാണ് ഗ്യാസ് കത്തിക്കുന്നതെന്നും ഗ്യാസ് സ്റ്റൗ ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വലിപ്പം ദാണ്ട ഇത്രയാണുള്ളത്. താഴെ നിന്ന് നോക്കുമ്പോൾ ദാണ്ട ഇത്രയും വലിപ്പമുണ്ട്, കണ്ടില്ലേ? ഇത് വയ്ക്കാൻ സൗകര്യമുള്ളവർ മാത്രം വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് ഇഷ്ടംപോലെ വരുന്നവർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റുകാർ കൊണ്ടുവന്നതായ സ്റ്റൗ എന്ന് പറയുന്നത്. അപ്പം നല്ല നമ്മുടെ LPG ഗ്യാസ് സ്റ്റൗ മാതിരിയുള്ള ഒരു നല്ല അടിപൊളി സ്റ്റൗ ആണ്. സിംഗിൾ സ്റ്റൗ ആണ് ഇതിന് കിട്ടുന്നത്. അപ്പം നമ്മുടെ സ്റ്റൗ കണ്ടില്ല, നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. ഇത്രയും നാൾ നമ്മൾ കത്തിച്ചുകൊണ്ടിരുന്നതാണല്ലോ. അപ്പം നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ചിമ്മിനിക്കകത്തൂടാണ് ഇതിൻ്റെ വയർ എടുത്തിരിക്കുന്നത്, കണ്ടോ, ട്യൂബ് എടുത്തിരിക്കുന്നത് കണ്ടോ. നമുക്ക് പാലൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം നമുക്കത് തീപ്പെട്ടി വെച്ചാണ് ഞാൻ ഇവിടെ കത്തിക്കുന്നത്. ഒന്ന് കത്തിച്ച് നോക്കാം. കണ്ടല്ലേ, നമ്മുടെ LPG ഗ്യാസ് കത്തുന്ന മാതിരി തന്നെ നല്ല നീല നിറത്തിലുള്ള ഫ്ലെയിമാണ് ഇതിനകത്തുള്ളത്, കണ്ടല്ലോ. ഇപ്പം ചിലരൊക്കെ കത്തിക്കുമ്പോൾ ആളി കത്തിയൊക്കെ വരുന്ന കാണാമല്ലോ. അങ്ങനെയുള്ള ഒരു കുഴപ്പങ്ങളൊന്നും ഇതിനകത്തില്ല. നല്ല ആവശ്യത്തിനുള്ള ഫ്ലെയിമാണ് ഇതിനകത്ത് ഉള്ളത്. ഇത് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, ഹൈ ആക്കാം. ഇത് ഏറ്റവും ഹൈ ആണ് കിടക്കുന്നത്. ഇനി നമുക്ക് സിമ്മിലോട്ടൊക്കെ കൊണ്ടുവരാം, കണ്ടില്ലേ. ഇനി കൂട്ടാം. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇതേ സമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.